സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. ഒ.പി. ബഹിഷ്കരണ സമരം ഇന്ന് 6ാം ദിനമാണ്. 2 ദിവസമായി അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവച്ചിരിക്കുകയാണ്. അവശ്യ സേവനങ്ങളായ കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, IP ചികിത്സ, മറ്റ് അടിയന്തര ചികിത്സകൾ, പോസ്റ്റ്മോർട്ടം എന്നിവയെ ഒഴിവാക്കിയാണ് സമരം. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരും ഇന്ന് പണിമുടക്കും. ഏറ്റവും കുറഞ്ഞ വേതനം 40,000 രൂപയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ടാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പണിമുടക്കുന്നത്. MG പ്രതീഷ് വീണ്ടും ചേരുകയാണ് വിവരങ്ങളുമായി. പ്രതീഷ്, കഴിഞ്ഞ 6 ദിവസമായി സാധാരണക്കാരായ രോഗികൾ എത്രത്തോളം വലിയ ദുരിതത്തിലാണ് എന്നുള്ളത് നമുക്കറിയാം. അവശ്യ സേവനങ്ങൾ, OP ഒന്നും അവർക്ക് ലഭ്യമാകുന്നില്ല. അതിനിടയിൽ ഇപ്പോൾ സ്വകാര്യ മേഖലയിലെ നഴ്സുമാർ കൂടി പണിമുടക്കുമ്പോൾ സ്വകാര്യ മേഖലയിലെ പ്രവർത്തനം കൂടി താളം തെറ്റുമോ? കേരളത്തിലെ ആരോഗ്യമേഖല സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഒരു വശത്ത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം, അത് ഈ അനിശ്ചിതകാല OP ബഹിഷ്കരണം ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതിന് പുറമെയാണ് അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ഡോക്ടർമാർ ബഹിഷ്കരിക്കുന്നത്. ഒപ്പം അധ്യയനം കഴിഞ്ഞ കുറേ മാസങ്ങളായി ആ അധ്യയനത്തിൽ നിന്ന് അധ്യാപകർ വിട്ടുനിൽക്കുന്നുണ്ട്. അങ്ങനെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല വലിയ പ്രതിസന്ധി ആകുന്നു. ഒപ്പം ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ രോഗികൾ ആശുപത്രിയിൽ എത്തുമ്പോൾ പ്രധാനപ്പെട്ട ഡോക്ടർമാരില്ല. PG ഡോക്ടർമാരും ഹൗസ് സർജന്മാരും മാത്രമാണ് നിലവിൽ മെഡിക്കൽ കോളേജുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ മികച്ച ചികിത്സ രോഗികൾക്ക് കിട്ടുന്നില്ല എന്നുള്ള വലിയ പരാതി ഉയരുന്നുണ്ട്. അത്തരത്തിൽ മെഡിക്കൽ കോളേജുകളിൽ അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് നെടുമങ്ങാട് ഈ ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട KGMO, സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMOയും ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നത്. അവരും ഈ പല സേവനങ്ങളും ആശുപത്രികളിൽ ബഹിഷ്കരിക്കുന്നുണ്ട്. അത്തരത്തിലൊരു പ്രതിസന്ധി മറ്റ് ആശുപത്രികളിൽ നിലനിൽക്കുന്നു. അതിന് പിന്നാലെയാണ് സ്വകാര്യ നഴ്സുമാർ ഇന്ന് സമരത്തിലേക്ക് പോകുന്നത്. ഇന്ന് സൂചനാ പണിമുടക്കാണ്. നിലവിൽ അവരുടെ മിനിമം വേതനം 20,000 രൂപയാണ്. അത് 40,000 രൂപയായി ഉയർത്തണം എന്നതാണ് അവർ പ്രധാനമായും ആവശ്യമായി ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു സർക്കാർ അനുകൂല നിലപാട് എടുക്കണം. അങ്ങനെ എടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ കടുപ്പിക്കും. അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പ് സ്വകാര്യ നഴ്സുമാരുടെ സംഘടനയായ UNA നൽകുന്നുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധി സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്.